പ്രേക്ഷകരെ നമസ്കാരം. കോട്ടയം ജില്ലയിലൂടെയുള്ള ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര ഇന്ന് രണ്ടാം ദിനമാണ്. തിരഞ്ഞെടുപ്പ് ഗോതിയിൽ എക്കാലത്തും താരപ്പകിട്ടോടെ തലയെടുപ്പോടെ നിൽക്കുന്ന ജില്ല കോട്ടയം. കേരള ചരിത്രത്തിൽ രാഷ്ട്രീയ ആധികാരികരെ സമ്മാനിച്ച നാട്. കേരള കോൺഗ്രസിന്റെ വളർച്ചയും പിളർപ്പും കണ്ട രാഷ്ട്രീയ ഭൂമിക്കാണ് ഇന്ന് കടന്നുപോകാം. വൈക്കം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലൂടെ. കടുത്തുരുത്തിയിൽ ഇത്തവണയും പോരാട്ടം കേരള കോൺഗ്രസുകൾ തമ്മിലായിരിക്കും. കോട്ടയത്ത് കോൺഗ്രസും CPM-ഉം ഏറ്റുമുട്ടുമ്പോൾ വൈക്കത്ത് CPI-യാണ് കോൺഗ്രസിനെ നേരിടുന്നത്. രാഷ്ട്രീയ വിശകലനങ്ങളുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോർജ് പൊടിപ്പാറയും കൊണ്ടോട്ടി EMEA കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് വാളൂരുമാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇരുവരെയും സ്വാഗതം ചെയ്യാം. ഇരുവർക്കും സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നമുക്ക് ആദ്യം പോകാം വൈക്കത്തേക്ക്. കോട്ടയം ജില്ലയിൽ ഇതുവരെ ചർച്ച ചെയ്ത മണ്ഡലങ്ങളിൽ നിന്നും ഒരല്പം വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ഡലമാണ് വൈക്കം. ഭൂപ്രകൃതിയിലും സംസ്കാരത്തിലുമൊക്കെ തനതായ ശൈലിയുള്ള ഇടം. കോട്ടയം ജില്ലയിലെ ഇടത് കോട്ടയെന്ന് നിസ്സംശയം പറയാവുന്ന മണ്ഡലമാണ് വൈക്കം. 3 വട്ടം കോൺഗ്രസ് ജയിച്ചതൊഴിച്ചാൽ ശേഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയം CPI-ക്ക് ഒപ്പം നിന്നു. നിലവിലെ CK ആശയാണ് MLA. 2016 മുതൽ വൈക്കത്തെ പ്രതിനിധീകരിക്കുന്നത് CK ആശയാണ്. ഇത്തവണയും ഒരവസരം കൂടി പാർട്ടി നൽകിയേക്കുമെന്നാണ് സൂചനകളുള്ളത്. നമുക്ക് പോകാം 2021 കണക്കുകൾ പരിശോധിക്കാനായി. അവിടെ നിന്ന് CK ആശ വിജയിച്ചു കയറുമ്പോൾ 71,388 വോട്ടുകളോടുകൂടിയാണ് വിജയിച്ചു കയറുന്നത്. 55.96% PR സോനിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയത്. 42,266 വോട്ടുകൾ, അതായത് 33.13% അജിത ബാബു BDJസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ 11,953 വോട്ടുകളാണ് നേടിയത്. 9.37% ഭൂരിപക്ഷം ലഭിച്ചത് 29,122 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി പോകാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്ക്. അവിടെ തോമസ് ചാഴികാടൻ ഒന്നാമതായിട്ട് എത്തുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴികാടൻ മത്സരിക്കുമ്പോൾ 45,262 വോട്ടുകളാണ് നേടിയത്, അതായത് 38.62% കണക്ക്. ഫ്രാൻസിസ് ജോർജ് രണ്ടാമതായിട്ട് എത്തുന്നു. 40,066 വോട്ടുകൾ, 34.18%. തുഷാർ വെള്ളാപ്പള്ളി BDJസിന്റെ സ്ഥാനാർത്ഥിക്ക് 27,515 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. 23.47% ലീഡ് വന്നത് 5,196 എന്നുള്ളതായിരുന്നു. മറ്റു മണ്ഡലങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ LDF ലീഡ് ചെയ്തിട്ടുള്ള ഏക മണ്ഡലം വൈക്കമായിരുന്നു. ഇനി പോകാം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക്. വൈക്കം മുനിസിപ്പാലിറ്റി UDF-നൊപ്പം നിൽക്കുന്നു. അവിടുത്തെ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF-ന് 13, LDF-ന് 7, NDA-ക്ക് 3, മറ്റുള്ളവർക്ക് 4 എന്നുള്ളതാണ് കണക്ക്. ഇനി 2020-ലും UDF-ന് തന്നെയായിരുന്നു മുനിസിപ്പാലിറ്റി. ഇനി പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ പഞ്ചായത്തുകൾ UDF-ന് 3, LDF-ന് 6 എന്നുള്ളതാണ് നില പഞ്ചായത്തുകളുടേത്. ഇനി പഞ്ചായത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കുമ്പോൾ ചെമ്പ്, കല്ലറ, തലയോലപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിൽ UDF-നൊപ്പം നിൽക്കുന്നു. മറവൻതുരുത്ത്, TV പുരം, തലയാഴം, ഉദയനാപുരം, വെച്ചൂർ, വെള്ളൂർ എന്നീ പഞ്ചായത്തുകൾ LDF-ന് ഒപ്പവുമാണ്. ഇതാണ് വൈക്കത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇനി 2026-ൽ എന്ത് സംഭവിക്കും വൈക്കത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് സാഹചര്യങ്ങളെന്ന് നിരീക്ഷിക്കാം. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ഡോക്ടർ അഷ്റഫ് വാളൂരിലേക്കാണ് ആദ്യം. ഡോക്ടർ അഷ്റഫ് വാളൂർ, ഈ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും LDF-ന് വളരെ സേഫ് പ്ലേസ് ആയിട്ട് കാലങ്ങളായിട്ട് ഇരിക്കുന്ന മണ്ഡലമാണ് വൈക്കം. ഇത്തവണത്തെ സാഹചര്യം എങ്ങനെ നിരീക്ഷിക്കാം? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ കോട്ടങ്ങളൊന്നും അവിടെ തട്ടിയിട്ടില്ല. പറയത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വൈക്കത്ത് അവിടെ LDF-ന് നേരിടാനില്ല. CK ആശ പ്രതീക്ഷ വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം CK ആശയാണെങ്കിൽ? തീർച്ചയായും കോട്ടയത്തിൻ്റെ ഒരു പൊതുവായ ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തും സംസ്കാരത്തിനും നേരെ വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ വൈക്കം. ദീർഘകാലമായി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് വിജയിച്ചു വരുന്നത്, LDF ആണ് വിജയിച്ചു വരുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ CK ആശ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 29,122 വോട്ട്, ഏതാണ്ട് 30,000-ഓളം അടുത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് CK ആശ അവിടെ നിന്ന് വിജയിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് ഭൂരിപക്ഷം ലഭിച്ച ഒരേ ഒരു മണ്ഡലം കൂടിയാണ് ഈ വൈക്കം.
അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വലിയൊരു അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വൈക്കത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും സമീപകാല തെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ പ്രകടനവും വെച്ച് നാം പരിശോധിക്കുമ്പോൾ ഇപ്പം കോട്ടയത്തെ മറ്റ് 8 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വൈക്കം മണ്ഡലത്തിനുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഈ കഴിഞ്ഞ വർഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ കൃത്യമായി അവിടെ ഒരു LDFന് വലിയ പരിക്കില്ലാത്ത ഒരു മണ്ഡലമായി അത് നിൽക്കുന്നുണ്ട്. ഇത്തവണ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഒരു ശ്രദ്ധേയമായ നീക്കം അവിടെ UDF നടത്താനിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം സണ്ണിയം കബിക്കാടിനെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നല്ലൊരു മത്സരം തീർച്ചയായും വൈക്കം മണ്ഡലത്തിൽ ഉണ്ടാകും. സണ്ണിയം കബിക്കാടിന് വൈക്കം മണ്ഡലത്തിൽ മാത്രമല്ല, സണ്ണിയം കബിക്കാട് വൈക്കം മണ്ഡലത്തിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സണ്ണിയം കബിക്കാടിൻ്റെ പേര് അവിടെ വൈക്കത്തുള്ള കോൺഗ്രസിലെ തന്നെ സ്ഥാനാർത്ഥി മോഹികൾക്ക് അത്രത്തോളം ദഹിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതെങ്ങനെ കോൺഗ്രസ് പരിഹരിക്കും, സണ്ണിയാണെങ്കിൽ എങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം ആ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തിലെ ജനവിധി. ഞാനിപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും തൊട്ട് പിന്നോട്ട് പോകുമ്പോൾ 2021 96 തന്നെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രവുമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, LDFന് താരതമ്യേന കോട്ടയം ജില്ലയിൽ ഏറ്റവും ഭീഷണി കുറഞ്ഞ ഒരുപക്ഷെ സേഫാണ് എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. അത് മറിയണമെങ്കിൽ നേരത്തെ 91 തന്നെ മാറിയതുപോലെ ആ മണ്ഡലത്തിൻ്റെ ജനവിധി UDFന് അനുകൂലമാകണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിശക്തമായ ഒരു UDF തരംഗം ഉണ്ടാവണം. ഒരു 100 നേരത്തെ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ 100-110 സീറ്റിലേക്കൊക്കെ UDF വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വൈക്കത്ത് UDFന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് പൊടിപാറ, അത്തരമൊരു തരംഗമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. പല തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിച്ച് വരുമ്പോൾ അങ്ങനെയാണ് സാഹചര്യം. പക്ഷേ വൈക്കത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വൈക്കത്ത് UDFന് പ്രതീക്ഷ വെക്കാവുന്ന എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? അതായത് ഒരു വലിയ അട്ടിമറി നടന്നാൽ മാത്രമല്ലേ വൈക്കം അവിടെ സേഫാക്കി വെക്കാൻ UDFന് കഴിയുകയുള്ളൂ? തീർച്ചയായിട്ടും സംഗീത, ഡോക്ടർ അഷ്റഫ് വളർ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാപരമായിട്ട് വളരെ ശരിയാണ്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. താങ്കൾ നേരത്തെ തുടക്കത്തിൽ കാണിച്ച കണക്കുകളും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. വൈക്കത്തിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് എല്ലാ കാലത്തും അപൂർവം, ചിലപ്പോൾ 91 മറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ഒഴിച്ചാൽ ഒരു ഇടതുപക്ഷ മനസ്സ്, ഒരു ഇടതുപക്ഷ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ എപ്പോഴും ഒരു ചുവപ്പ് രാശിയുടെ പ്രണയവർണ്ണമായ ഒരു ചുവപ്പ് രാശി, ഇടത് പ്രണയവർണ്ണമായ ഒരു ചുവപ്പ് രാശി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. വൈക്കം നഗരസഭ പലപ്പോഴും UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വൈക്കം മണ്ഡലം ആസ് എ ഹോൾ പരിശോധിച്ചാൽ എല്ലായ്പ്പോഴും അതിനൊരു ഇടതുപക്ഷ മനസ്സാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 30,000-നോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം CK ആശയ്ക്ക് കിട്ടുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ആകപ്പാടെ കോട്ടയം ജില്ലയിൽ ലീഡ് ലഭിച്ച ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് വൈക്കമാണ്. ഇക്കുറിയും ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൈക്കം നഗരസഭ ഒഴിച്ചാൽ ബാക്കിയുള്ള പഞ്ചായത്തുകൾ എടുത്താൽ അവിടെയും വലിയ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. അതായത് വൈക്കം എന്ന് പറയുന്നത് കോട്ടയത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിനോ കോൺഗ്രസിനോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം വൈക്കത്ത് CPMനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കക്ഷികൾക്കും എല്ലാ കാലത്തും ഉണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒരുപക്ഷേ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈഴവ സമൂഹം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വൈക്കം. വൈക്കത്തെ എല്ലാ പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാലും ഈഴവ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈക്കത്തിൻ്റെ ഒരു ചരിത്രത്തിൽ കോൺഗ്രസ്സിന് ഈ പറഞ്ഞ വൈക്കം നഗരസഭയിലെ ഒരു എലൈറ്റ് കുറച്ചുകൂടി ചെയ്ത ആളുകൾ പലപ്പോഴും കോൺഗ്രസിനെ സ്വീകരിക്കാറുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളിൽ എപ്പോഴും ഈ പറയുന്ന വലിയ ഒരു ആഭിമുഖ്യം ഇടതുപക്ഷത്തിൽ കിട്ടുന്നു. അതുകൊണ്ട് വളരെ കറക്റ്റാണ്. കേരളം മുഴുവൻ ഒരു അതിശക്തമായ ഒരു UDF സുനാമി ഉണ്ടായാൽ 100-ന് അപ്പുറത്തേക്ക് സീറ്റുകൾ പോകുന്ന, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് അതുക്കും മേലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വൈക്കം LDFനെ സംബന്ധിച്ചിടത്തോളം തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ കോട്ടയത്ത് ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 100%
ഉറപ്പിക്കാവുന്ന ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാവുന്ന ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് വൈക്കമാണ്. ബാക്കി ഒരു മണ്ഡലവും അത്രത്തോളം സേഫ് അല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വൈക്കത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് അത്രമേൽ മാറ്റമുണ്ടാകുമെന്ന് കരുതാൻ ന്യായമില്ല. അതിൻ്റെ ചരിത്രം അതാണ്, അതിൻ്റെ മനസ്സതാണ്. മാത്രമല്ല CK ആശ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ CK ആശ തന്നെ വീണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നേരത്തെ ഒരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ വൈക്കത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് സണ്ണി എം കവിക്കാടിനെ പോലെ ഒരു ദളിത് ബുദ്ധിജീവി അല്ലെങ്കിൽ പൊതു സ്വീകാര്യനായ ദളിതുകൾക്കിടയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ തന്നെ ഒരു വിഭാഗങ്ങൾക്കിടയിൽ എങ്ങേയറ്റം സ്വാധീനമുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ചിന്തകരിൽ അതുപോലെ തന്നെ എഴുത്തുകാരിൽ ഒരുപാട് ആശയങ്ങൾ, പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു മികച്ച ബുദ്ധിജീവി എന്ന പരിവേഷമുള്ള, അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ സണ്ണി എം കവിക്കാടിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ വൈക്കത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇലക്ഷൻ കെമിസ്ട്രിയെ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ രസതന്ത്രത്തെ എങ്ങനെ മാറ്റിമറിക്കും അല്ലെങ്കിൽ എത്രത്തോളം സ്വാധീനിക്കും, അത് വൈക്കത്ത് മാത്രം ഒതുങ്ങുന്നതാണോ? കോട്ടയം ജില്ലയിൽ പൊതുവെ സണ്ണി എം കവിക്കാട് പ്രതിദാനം ചെയ്യുന്ന ആ സമൂഹത്തിന് വലിയ പ്രാതിനിധ്യമുണ്ട് മറ്റേത് ജില്ലയേക്കാൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വൈക്കത്ത് കവിക്കാടിൻ്റെ ഒരു സാന്നിധ്യം കോട്ടയത്ത് ഒരു പാൻ കോട്ടയം പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരു ഗുണം UDF ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായേക്കാം. പക്ഷേ ഒപ്പം അദ്ദേഹം പറഞ്ഞ നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രശ്നമുണ്ട്. വൈക്കത്തും കോൺഗ്രസ്സുകാരായ അവിടെ സ്ഥാനാർത്ഥി മോഹികളായ ജയിച്ചില്ലെങ്കിലും ഒന്ന് മത്സരിച്ചാൽ മതിയെന്ന് മനസ്സുമായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് സണ്ണി എം കവിക്കാട് വന്ന് സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്നത് അവരുടെ പ്രതീക്ഷകളെ വല്ലാതെ അട്ടിമറിക്കുന്നതാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസവുമാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസും UDF കാണുന്ന ഏറ്റവും പ്രധാന കാര്യം വിന്നബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറാണ്. ആ ഫാക്ടറിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നു സണ്ണി എം കവിക്കാട് തന്നെയാകും വൈക്കത്തെ UDF സ്ഥാനാർത്ഥി. ശരി, നോക്കാം എങ്ങനെ വരും വൈക്കത്തെ സാഹചര്യം എന്ന്. കാലാകാലങ്ങളായിട്ടുള്ള ഇടത് കോട്ടയായി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും അട്ടിമറി വൈക്കത്ത് ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വൈക്കത്ത് നിന്ന് നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. പിന്നോട്ട് നോക്കിയാൽ 1957 ആദ്യ ജയം തൊട്ട് ഇടത് പാർട്ടികളുടെ കയ്യിലായിരുന്നു കൂടുതൽ കാലവും കോട്ടയം മണ്ഡലം. എന്നാൽ 2011 മുതൽ കോട്ടയത്തെ കോൺഗ്രസിനൊപ്പം നിർത്താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മുനിസിപ്പാലിറ്റി ലഭിച്ചതും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പോകാം 2021 കണക്കിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചു കയറുമ്പോൾ അവിടെ ലഭിച്ച വോട്ടുകൾ 65,401 വോട്ടുകളായിരുന്നു. 53.72% K അനിൽകുമാർ CPMന്റെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ 46,658 വോട്ടുകളാണ് ലഭിച്ചത്. 38.33% മിനർവ മോഹൻ BJP സ്ഥാനാർത്ഥിക്ക് 8,611 വോട്ടുകൾ, 7.07% ഭൂരിപക്ഷം വന്നത് 14,303 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ലഭിക്കുന്നത് 46,644 വോട്ടുകൾ, 43.85%. തോമസ് ചാഴികാടൻ രണ്ടാമതായിട്ട് എത്തുമ്പോൾ 31,804 വോട്ടുകൾ, 29.9%. തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത് 24,214 വോട്ടുകൾ, അതായത് 22.76%. ലീഡ് 14,840 തന്നെ, അതായത് മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലഭിച്ച ഭൂരിപക്ഷത്തിനോട് ഏകദേശം സമാനമായിട്ടുള്ള ലീഡ് തന്നെ വന്നിരിക്കുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി UDFനൊപ്പം നിൽക്കുന്നു. കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF 31, LDF 15, NDA 6, മറ്റുള്ളവർക്ക് 1. 2020 UDFനൊപ്പം തന്നെയായിരുന്നു മുനിസിപ്പാലിറ്റി. ഇനി പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 2 പഞ്ചായത്തുകൾ മാത്രമാണുള്ളത്. അവിടെ UDFനൊപ്പം 1, LDFനൊപ്പം 1. പനച്ചിക്കാട് LDFനൊപ്പവും വിജയപുരം UDFനൊപ്പവുമാണ് കണക്ക്. ഇതാണ് നിലവിലത്തെ കോട്ടയത്തെ സാഹചര്യം. അതിഥികളിലേക്ക് പോകുമ്പോൾ ശ്രീ അഷ്റഫ് വാളൂർ, 2011 മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിൽ അങ്ങനെ സേഫായിട്ടിരിക്കുന്ന സാഹചര്യമാണ് കോട്ടയത്തിനുള്ളത്. 2011 കഷ്ടി ജയിച്ചു പോയി, അല്ലെങ്കിൽ 1000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ് തിരുവഞ്ചൂർ ജയിച്ചത്. പക്ഷേ അതിനുശേഷം അസാമാന്യമായ ഭൂരിപക്ഷത്തോടുകൂടി പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചു. കഴിഞ്ഞ തവണ വലിയ ഇടത് തരംഗം ഉണ്ടായപ്പോഴും അവിടെ കാലുറപ്പിച്ച് കോട്ടയത്തിൽ നിർത്തിയതും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ 14,000 പരം വോട്ടുകൾക്ക്. ഇപ്പോൾ ഈ ഇടത് തരംഗത്തിന് കഴിഞ്ഞ ഇപ്പോൾ UDF തരംഗമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ തിരുവഞ്ചൂർ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് രീതിയിലായിരിക്കും കോട്ടയത്തെ സാഹചര്യങ്ങൾ മാറുക? അവിടെ ഇടതുപക്ഷം
കാണുന്ന പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? അല്ല, കോട്ടയം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് UDFന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് എന്ന് നിസ്സംശയം പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ TK രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി ജയിച്ചു വന്ന ഒരു മണ്ഡലം 2011 തിരുവഞ്ചൂർ തിരിച്ചുപിടിക്കുകയാണ്. അതിനുശേഷം തുടർച്ചയായ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ നിയമസഭയിലേക്ക് എത്തി. അപ്പോൾ തിരുവഞ്ചൂരിന് കോട്ടയത്ത് ഒരു വോട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം 14,303 വോട്ടാണ്. അതായത് അതിശക്തമായ LDF തരംഗത്തിനിടയിലും 14,000-ലധികം വോട്ട് നേടി തിരുവഞ്ചൂർ അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം എല്ലാ മണ്ഡലങ്ങളിലും UDF കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം കുത്തനെ വർദ്ധിപ്പിച്ചപ്പോൾ വളരെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നപ്പോൾ ഈ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 14,840 വോട്ടാണ്. ഞാനത് പറയുന്നത് 2021 തിരുവഞ്ചൂരിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും ഏതാണ്ട് 400ഓളം വോട്ടുകൾ മാത്രമാണ് അധികം സമാഹരിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം തിരുവഞ്ചൂരിൻ്റെത് മാത്രമായൊരു വോട്ട് കോട്ടയം മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ വലിയ വേവലാതിക്ക് അല്ലെങ്കിൽ ആവലാതിക്ക് ആശങ്കയ്ക്ക് കാരണമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തിരുവഞ്ചൂർ മുതിർന്ന നേതാവാണ്, കേരളത്തിന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. മാത്രമല്ല ജനങ്ങളുമായി നല്ല ഇടപഴകാനുള്ള ശേഷിയുള്ള ഒരു നേതാവാണ്, ഒരു വിന്നബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് തിരുവഞ്ചൂർ വരുമ്പോൾ ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂർ ആണെങ്കിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ UDFിനുണ്ടായ വലിയ മാറ്റമാണ്. കോട്ടയം മുനിസിപ്പാലിറ്റി UDF നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുന്നു. മാത്രമല്ല വിജയപുരം പഞ്ചായത്തും UDFന്റെ ഭാഗത്തേക്ക് വരുന്നു. അവിടെ LDFന് നിലവിലുള്ളത് ഒരു പനച്ചിക്കാട് പഞ്ചായത്ത് മാത്രമാണ് LDFന്റെ കൈവശമുള്ളത്. അപ്പോൾ ആ മണ്ഡലത്തിന്റെ പൊതുവെയുള്ള ജാതിമത സമവാക്യങ്ങളും രാഷ്ട്രീയ ഘടകങ്ങളും കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തിരുവഞ്ചൂരിന് അവിടെ വലിയ വെല്ലുവിളിയില്ല എന്നുള്ളതാണ്. ഇനി ഒരു ശക്തമായ മത്സരത്തിലേക്ക് വരണമെങ്കിൽ CPM ഒരു സർപ്രൈസിങ് കാൻഡിഡേറ്റിനെ അവിടെ ഫീൽഡ് ചെയ്യേണ്ടി വരും. അത് അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരാൾ വന്ന് അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നേരത്തെ K അനിൽകുമാർ മത്സരിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരു വോട്ട് ഒരു മത്സരം തീർച്ചയായും കോട്ടയം മണ്ഡലത്തിൽ ഉണ്ടാകും. ഒരു കാര്യം നിസ്സംശയം പറയാം, തിരുവഞ്ചൂരിന് നിലവിൽ അവിടെ വെല്ലുവിളികളില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 2 കൊടുങ്കാറ്റിനിടയിലും LDF തരംഗത്തിനിടയിലും പിടിച്ചു നിന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയിൽ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് ഏറ്റവും ഷുവർ ബെറ്റ് അല്ലെങ്കിൽ UDFന്റെ ഷുവർ ബെറ്റായുള്ള ഉറപ്പായും വിജയം പ്രവചിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളുടെ നിരീക്ഷണവും അത്തരത്തിൽ തന്നെയല്ലേ? കാരണം കണക്കുകളും കാര്യങ്ങളും എല്ലാം അതിനോട് തന്നെ യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യൻ സഭകളുടെയും ഈഴവ സമുദായത്തിന്റെയും ഒക്കെ ഒരു സമവാക്യമുണ്ടല്ലോ, അത് UDFനൊപ്പം എക്കാലത്തും അങ്ങനെ ഉറച്ചു നിന്നിരുന്നത് തന്നെയാണ്. അത് ഒന്നുകൂടി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഒരു വലിയ മാർജിനിലേക്ക് തിരുവഞ്ചൂരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് അങ്ങനെ തന്നെ ആകാനാണ് കൂടുതൽ പോസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ മാർജിനിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണോ താങ്കളുടെ കണക്കുകൂട്ടലും? തീർച്ചയായിട്ടും കോട്ടയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കണക്കുകൾ അങ്ങനെയാണ്, ചരിത്രവും അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതായത് ആദ്യമായിട്ട് അടൂർ നിയോജകമണ്ഡലത്തിലെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ ഉപേക്ഷിച്ച് കോട്ടയത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും സാധ്യതയില്ലെന്ന് പലരും, ഞാൻ ആ സമയത്ത് കോട്ടയത്ത് മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്നൊരു കാലമാണ്, മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിരുന്നു, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളി എന്ന് പറയുന്നത് കോട്ടയത്ത് നിറഞ്ഞു നിന്ന VN വാസവനായിരുന്നു. വാസവൻ തീർച്ചയായിട്ടും അവിടെ ജയിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം MLA എന്നുള്ള നിലയിൽ കോട്ടയത്തിനുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് VN വാസവൻ ഒരിക്കൽ കൂടി കോട്ടയം മണ്ഡലത്തിൽ വിജയിക്കുമെന്നൊരു പ്രതീതിയും പ്രതീക്ഷയുമാണ് അന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചത്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുപ്പുകളിൽ ഒരു ജയന്റ് കില്ലറാണ്.
അദ്ദേഹം തുടർച്ചയായിട്ട് അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും, അതൊരു പ്രത്യേക സിദ്ധിയാണ്. അദ്ദേഹം അന്ന് പക്ഷേ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ കഷ്ടിച്ച് 800 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിജയിച്ചത്. അതിന് ചില പ്രത്യേക കാരണങ്ങളൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പെരുന്നയിൽ നിന്ന് അവസാന നിമിഷം വന്ന ഒരു സന്ദേശം, അതായത് അവിടുത്തെ കരയോഗങ്ങളിലേക്ക് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവഞ്ചൂരിന് അനുകൂലമായിട്ടുള്ള ഒരു NSS അല്ലെങ്കിൽ ഒരു നായർ കേന്ദ്രീകരണം ഉണ്ടായി. ആ വോട്ടുകളുടെ ബലത്തിലാണ് അദ്ദേഹം വിജയിച്ചത് എന്നൊക്കെ അന്ന് വലിയ വിശകലനങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന MLA-ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം ഒരു MLA എന്നുള്ള നിലയിൽ, ആ ഒരു മന്ത്രി എന്നുള്ള നിലയിലൊക്കെ തിരുവഞ്ചൂരിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവാണ്. ഇന്ന് ഒരു കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന കുപ്പിക്കഴുത്ത് പോലെയുള്ള കോട്ടയം നഗരത്തിലെ റോഡുകളെ ഇന്ന് ഈ കാണാവുന്ന നിലയിലേക്ക് മാറ്റിയ ആ ഒരു മാജിക് ഉണ്ടല്ലോ. വികസനത്തിന് വേണ്ടി ഏത് രീതിയിലും നയതന്ത്രം നടത്തി ആളുകളെ നേരിട്ട് കണ്ട് സ്ഥലം വിട്ടുകൊടുക്കാൻ മടിയുള്ളവർക്ക് പകരം ഓഫറുകൾ, അവർക്ക് ചില ഇളവുകളും സൗജന്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച് കോട്ടയം നഗരത്തിൽ വലിയ വികസന സാധ്യതകൾ, അതുപോലെ കുമരകത്തേക്കുള്ള റോഡിലുമൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു MLA എന്നുള്ള നിലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിന് ഏറെ സ്വീകാര്യനാണ്. പല നേട്ടങ്ങളും ഇന്ന് കോട്ടയത്ത് കാണുന്ന പല വികസന സ്തംഭങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടി നേട്ടമാണ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല, ആ സ്വീകാര്യത എന്ന് പറയുന്നത് ഒരിക്കൽ UDF-നൊപ്പം ഇല്ലാതിരുന്ന കമ്മ്യൂണിറ്റികൾക്കിടയിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ കോട്ടയത്ത് കത്തോലിക്ക സമുദായത്തോടൊപ്പം തന്നെ അതിൽ തന്നെ ജ്ഞാനായ കത്തോലിക്കർ വലിയ ഒരു ശതമാനമുണ്ട്. അതിനപ്പുറത്ത് മറ്റ് മണ്ഡലങ്ങളിലൊന്നും അത്രമേൽ ശക്തമല്ലാത്ത CSI സഭയുടെ വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് കോട്ടയം നിയോജക മണ്ഡലം. അതുപോലെ തന്നെ ഈഴവ പ്രാതിനിധ്യമുണ്ട്, നായർ പ്രാതിനിധ്യമുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട മറ്റ് സമുദായങ്ങൾക്കും ഓർത്തഡോക്സ് സമുദായത്തിന് അവരുടെ ആസ്ഥാനം തന്നെ കോട്ടയത്തിനോട് ചേർന്നാണ്. ദേവലോകമൊക്കെ അവിടെയാണ്, കാതോലിക്ക ബാവയുടെയൊക്കെ ആസ്ഥാനം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും കോട്ടയം എന്ന് പറയുന്നത് എല്ലാ മുന്നണികളെയും, രണ്ട് മുന്നണികളെയും മാറി മാറി ഭരിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു മാസ്റ്റർ, എന്താ പറയുക, ഒരു ക്രാഫ്റ്റ്സ്മാനാണ് ഇലക്ഷൻ്റെ കാര്യത്തിൽ. ആ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനാണ് കോട്ടയത്തെ ഒരുപക്ഷെ UDF-ൻ്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലമാക്കി മാറ്റുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അത് മറ്റാര് വന്നാലും, ഇപ്പോൾ അനിൽകുമാറിനെ പോലെ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനിൽകുമാറിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നോക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോൾ അവിടെ NDA-ക്ക് കുറേ കൂടുതൽ വോട്ടുകൾ കിട്ടി. അതുകൊണ്ടാണ് വോട്ടെണ്ണത്തിൽ തിരുവഞ്ചൂരിനൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും ഫ്രാൻസിസ് ജോർജിന് കാര്യമായ വോട്ട് കുറവില്ലാത്ത, ഭൂരിപക്ഷ കുറവില്ലാതെ വന്ന്. കാരണം വോട്ട് പ്രധാനമായിട്ടും കുറഞ്ഞത് അന്ന് ഈ പറഞ്ഞ ചാഴികാടൻ്റെയാണ്. കാരണം ഈ പറഞ്ഞ ഈഴവ വോട്ടുകൾ വലിയൊരളവിൽ NDA-യിലേക്ക് പോയി വെള്ളാപ്പള്ളിയുടെ പെട്ടിയിൽ വീണു എന്നതാണ് ആ കണക്കുകൾ തെളിയിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി കോട്ടയത്ത് ജനവിധി നേടിയാൽ അദ്ദേഹത്തെ വിട്ടുകളയാൻ കോട്ടയത്തിന് മനസ്സ് വരില്ല എന്നതൊരു വസ്തുതയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു എന്താ പറയുക, ഒരു ബിഗ് ഷോട്ട് തന്നെ വന്ന് നിൽക്കേണ്ടി വരും. ആ ബിഗ് ഷോട്ടിൻ്റെ പേര് സുരേഷ് കുറുപ്പ് എന്നാണെങ്കിൽ ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ പോരാട്ട വേദിയായി കോട്ടയം മാറിയേക്കാം. ശരി, നോക്കാം. എന്താണെങ്കിലും സ്ഥാനാർത്ഥിത്വം എത്തുമ്പോഴാണ് ആ കളം കുറച്ചുകൂടി ചൂട് പിടിക്കുക. ഇനി നമുക്ക് കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാം. 2008-ലെ മണ്ഡല പുനർനിർണയത്തിൽ വാഴൂർ നിയോജക മണ്ഡലം ഇല്ലാതായി. പഴയ വാഴൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന 5 പഞ്ചായത്തുകൾ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതോടെ കോൺഗ്രസിനൊപ്പം കേരള കോൺഗ്രസിനും നിർണായക സ്വാധീനമുള്ള മണ്ഡലമായി കാഞ്ഞിരപ്പള്ളി മാറി. 2011 മുതൽ ഡോക്ടർ N ജയരാജാണ് കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ളത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുചേരിയിലേക്ക് മാറിയതോടെ കഴിഞ്ഞ കുറി ജോസഫ് വാഴക്കിനെ കോൺഗ്രസ് രംഗത്തിറക്കിയെങ്കിലും മണ്ഡലം ജയരാജിനൊപ്പം നിന്നു. സാമുദായിക വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ഡോക്ടർ N ജയരാജ് തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. കേരള കോൺഗ്രസ് എമ്മിനെ കേരള കോൺഗ്രസ് തന്നെ എതിരിടണമെന്ന അഭിപ്രായം UDF-ലെ PJ ജോസഫ് വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തോട് പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് പോകാം അല്ലെങ്കിൽ 2021-ലെ കണക്കുകളിലേക്ക് പോകുമ്പോൾ 2021-ൽ ഡോക്ടർ N ജയരാജ് അവിടെ നിന്ന് ജയിച്ചു കയറുമ്പോൾ ലഭിച്ച വോട്ടുകൾ 60,269 വോട്ടുകളാണ്. 60,299 വോട്ടുകളാണ്. 43.79% ജോസഫ് വാഴക്കൻ രണ്ടാമതായിട്ട് എത്തുമ്പോൾ 46,596 വോട്ടുകൾ 33.8%.
84%. അൽഫോൺസ് കണ്ണന്താനമാണ് അവിടെ മൂന്നാം സ്ഥാനത്തെത്തുന്ന. BJP സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത് 29,157 വോട്ടുകളാണ്. 21.17% കണക്ക്. ഭൂരിപക്ഷം 13,703 എന്നുള്ളതായിരുന്നു. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ കണക്കുകൾ ആന്റണിക്ക് 50,705 വോട്ടുകൾ, 40.82%. തോമസ് ഐസക് രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ 40,905 വോട്ടുകൾ, 32.93%. അതിനുശേഷം മൂന്നാം സ്ഥാനത്ത് അനിൽ ആന്റണി എത്തുന്നു. 30,013 വോട്ടുകൾ, 24.16%. ഭൂരിപക്ഷമായിട്ട് വന്നത് 9,800 വോട്ടുകളുടേതാണ്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ UDF അവിടെ 6 LDF അവിടെ 3. ഏതൊക്കെയാണെന്ന് നോക്കാം. ചിറക്കടവ് LDF-നൊപ്പം, കാഞ്ഞിരപ്പള്ളി, മണിമല, കങ്ങഴ, കറുകച്ചാൽ, നെടുങ്കുന്നം എന്നീ പഞ്ചായത്തുകൾ UDF-നൊപ്പം, വാഴൂർ, വെള്ളാവൂർ LDF-നൊപ്പം, പള്ളിക്കത്തോട് UDF-ന് ഒപ്പം. ഇതാണ് കാഞ്ഞിരപ്പള്ളിയിലെ ചിത്രം. ഈ കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് ശേഷം വന്നിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഇന്നലെയും നടത്തിയതാണ്. അതിനുശേഷം 2021 അവരെ ഒന്നും പാലായിലൊഴികെ മറ്റിടങ്ങളിലൊന്നും കൈവിട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിലടക്കം എങ്ങനെയാണ് സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് UDF-ന്റെ ഒരു മുന്നേറ്റമാണ്. പക്ഷേ N ജയരാജ് എന്ന വ്യക്തിയോടുള്ള ഒരു ഇഴിയെടുപ്പ് നമുക്ക് കാണാതെ പോകാൻ ആവില്ല. നമുക്ക് ചോദിച്ചറിയാം കാര്യങ്ങൾ. ഡോക്ടർ അഷ്റഫ് മാളൂർ, ഈ പറഞ്ഞ പോലെ ഡോക്ടർ N ജയരാജിനോടുള്ള ഒരു ആഭിമുഖ്യം അവിടെയുണ്ട്. കാലങ്ങളായി അവിടുത്തെ ജനപ്രതിനിധിയായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അവിടെ പ്രഹരം ഏറ്റിട്ടുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ കാര്യങ്ങൾ മാറുക? കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഒരുപക്ഷെ ക്രിസ്ത്യൻ സഭകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വൈക്കവും കോട്ടയവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സഭകൾക്കും സഭാ താല്പര്യങ്ങൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് തന്നെ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ജനവിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായാണ് N ജയരാജ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് വിജയിക്കുന്നത്. ജോസഫ് വാഴക്കൻ വലിയ മാർജിനിൽ 13,000-ഓളം വോട്ടിന് അവിടെ പരാജയപ്പെടുകയും ചെയ്തു. ഇത്തവണ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളിയും ഒപ്പം തന്നെ ചങ്ങനാശ്ശേരിയും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫിനോട് സമവായ ചർച്ചകൾ നടത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നതും. കാഞ്ഞിരപ്പള്ളിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റിനെ ഇറക്കി ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രതീക്ഷ നടക്കണമെങ്കിൽ സഭ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ സമീപകാലത്ത് നടന്ന ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിനെ, ജോസ് കെ മാണി ഗ്രൂപ്പിനെ UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സഭ തന്നെ മുൻകൈയെടുത്ത് നടത്തിയിരുന്നു. എന്നാൽ അതിനുള്ളിൽ തന്നെയുള്ള ചില പിണക്കങ്ങൾ കാരണം റോഷി അഗസ്റ്റിൻ്റെയും മറ്റൊരു MLA-യുടെയും എതിർപ്പ് കാരണമാണ് അത് നടക്കാതെ പോയതെന്ന് നാം കണ്ടതാണ്. അപ്പോൾ സഭയ്ക്ക് ഒരു താല്പര്യം UDF-നോടുണ്ട്, അതേസമയം തന്നെ ജോസ് കെ മാണിയോടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന ആളുകളിൽ ഒരു മനസ്സ് തുറന്ന് എന്താണോ അവർ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ജനവിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു ഫൈറ്റിംഗ് സീറ്റാണ്. ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ വരികയാണെങ്കിൽ തീർച്ചയായും UDF-ന് ഒരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ N ജയരാജിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യക്തിപ്രഭാവവും അവിടെയുള്ള നേരത്തെ പരമ്പരാഗതമായി അദ്ദേഹത്തിന് ലഭിച്ചു വരുന്ന ഒരു വലിയ ശതമാനം വോട്ടുകളൊക്കെ ഉണ്ട്. അതിലെന്ത് മാറ്റം വരുന്നു എന്നതിനനുസരിച്ചിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ജനവിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തിൻ്റെയും വൈക്കത്തിൻ്റെയും കാര്യത്തിൽ പറയാവുന്ന ഒരു ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല കാഞ്ഞിരപ്പള്ളി. ശ്രീ അഷ്റഫ്, ഇന്നലെ നമ്മൾ ഇതേ കാര്യം തന്നെ ചർച്ച ചെയ്തിരുന്നു. അവിടെ ഈ സഭകളുടെ നിലപാടിലേക്ക് താങ്കളുടെ ഒരു അഭിപ്രായം കൂടി ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയാണ്. അതായത് കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പോലെ താല്പര്യമുണ്ടായിരുന്നു മുന്നണി മാറ്റത്തിൽ. അവരുടെ ശബ്ദം അത് ജോസ് കെ മാണിയിലൂടെ കേരള കോൺഗ്രസ് എമ്മിലൂടെ അങ്ങ് പഴയ കാലങ്ങൾ പോലെ തന്നെ ആവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നും നടപ്പിലായില്ല. സഭയ്ക്ക് തീർച്ചയായിട്ടും എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിയുക? UDF-നൊപ്പം നിൽക്കണോ, കേരള കോൺഗ്രസിന് എമ്മിനൊപ്പം നിൽക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവിടെ മുൻതൂക്കം UDF-ന് ഒപ്പം തന്നെ എന്നുള്ള നിലയ്ക്കല്ലേ കാര്യങ്ങൾ. അത് ഈ മണ്ഡലത്തിലടക്കം മറ്റു മണ്ഡലത്തിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും അത് വലിയ രീതിയിൽ ഒരു കോട്ടം ഉണ്ടാക്കില്ലേ? ഇന്നലെ ആ ചർച്ചയിൽ താങ്കളും ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ചത് ചോദിക്കുന്നത്.
അല്ല, അത് ശരിയാണ്. ഈ ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യം ഈ ഇത്തരം മണ്ഡലങ്ങളിൽ നിർണായകമാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയ്ക്ക് ജോസ് കെ മാണിയും വേണം, UDF വേണം എന്നുള്ളൊരു ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും സഭയുടെ താല്പര്യം UDFനോട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മറിച്ചൊരു സാധ്യത ഉണ്ടാവണം. ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ മൊത്തത്തിലുള്ള ജനവിധിയുടെ ഒരു സൂചനയൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ. ആ ധാരണയ്ക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും സഭയുടെ താല്പര്യം ജോസ് കെ മാണിയോടുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ UDFനോടായിരിക്കും. ആ ഒരു മെസ്സേജ് ഇടവകളിലേക്കും അല്ലെങ്കിൽ സഭാവിശ്വാസികളിലേക്കും എത്തുമ്പോൾ സ്വാഭാവികമായും വലിയൊരു വിഭാഗം പൂർണ്ണമായും അങ്ങനെ സഭാ നേതൃത്വത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയൊരു വിഭാഗം അത്തരത്തിലുള്ള ഒരു താല്പര്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ കാഞ്ഞിരപ്പള്ളിയുടെ ജനവിധി UDFന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതേസമയം തന്നെ ഏത് കാൻഡിഡേറ്റ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. സ്ഥാനാർത്ഥി നിർണയം വളരെ പ്രധാനമാണ്. ഇത്തവണ നേരത്തെ ജോർജ് പൊടിപ്പാറ സൂചിപ്പിച്ചതുപോലെ പൊതുവെ UDF സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു നയം വിന്നബിലിറ്റിയാണ്. അല്ലെങ്കിൽ ജയസാധ്യത മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നാണ് പൊതുവെ UDFന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ തന്നെ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ വരികയും സഭയുടെ ജോസ് കെ മാണിയോടുള്ള താല്പര്യം വിടാതെ തന്നെ അടുത്ത ഭരണത്തിൽ വരുന്ന UDF ഭരണത്തിൽ വരും എന്നുള്ള സൂചന ഉള്ളതുകൊണ്ട് തന്നെ UDFനോട് മനസ്സടുപ്പിച്ച് നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി നമുക്ക് ഈ സഭയുടെ താല്പര്യം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ജനവിധി എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. തീർച്ചയായും. ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങയുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഇതിനകത്ത് ഇപ്പോൾ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ അവിടെ ഒരു അട്ടിമറി സാധ്യത തന്നെ ഉണ്ട് എന്ന് താങ്കളും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മറിയം ഉമ്മന്റെ അടക്കം അങ്ങനെ പലവിധ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ സജീവമായിട്ടുള്ള പേരുകളാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഏത് വിധേനയും കാഞ്ഞിരപ്പള്ളിയിൽ അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാക്കാം എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടേയിരുന്നത്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? അതായത് കോട്ടയം ജില്ലയെടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് അവർ 2 സീറ്റുകളിലാണ് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ജയിച്ചു നിൽക്കുന്നത്. അതായത് പുതുപ്പള്ളിയും കോട്ടയവും. പാലായിൽ ജയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ മാണി സി കാപ്പനാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് 4 സീറ്റുകൾ UDFനുണ്ടെങ്കിലും കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ കോട്ടയവും അതുപോലെ തന്നെ ഈ പുതുപ്പള്ളിയേ ഉള്ളൂ. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇക്കുറി കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ ഈ കണക്കുകൂട്ടലും കോൺഗ്രസിൻ്റെ ഈ മോഹവും ഒട്ടും അസ്ഥാനത്തല്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഡോക്ടർ N ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ചെറിയ എന്താ പറയുക കുറച്ച് കൂടുതൽ ഒരു എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ജോസ് കെ മാണി മനസ്സുകൊണ്ട് UDFിലേക്ക് വരാൻ തയ്യാറായപ്പോഴും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നവരെല്ലാം വരാൻ തയ്യാറായപ്പോഴും ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം അണികളും അത് മോഹിച്ചപ്പോഴും അതിന് തടയിട്ടവരിൽ പ്രധാനി എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിനോടൊപ്പം അതിശക്തമായി കൈകോർത്തതും കൈ കൊടുത്തതും ഈ N ജയരാജാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സഖ്യസാധ്യത അട്ടിമറിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജയരാജനോട് രാഷ്ട്രീയമായൊരു ഒരു എന്താ പറയുക ഒരു പ്രതികാരം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് മോഹിക്കുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഉണ്ടായിരുന്ന റാന്നി MLA ആണ് പ്രമോദ് രാമൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ 3 പേരും ചേർന്നാണ് ഈ സഖ്യ നീക്കം അട്ടിമറിച്ചത് എന്നുള്ളത് അങ്ങാടിപ്പാട്ടായ ഒരു അരമന രഹസ്യമാണ്. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സാധ്യത അസ്ഥാനത്തല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് വാഴക്കൻ മോഹിച്ചു വന്നു നിന്ന ഒരു മണ്ഡലം അല്ല മൂവാറ്റുപുഴയാണ് ജോസഫ് വാഴക്കൻ മോഹിച്ചത്. പക്ഷേ അദ്ദേഹം കൊതിച്ചതൊന്ന് വിധിച്ചത് വേറൊന്നായിരുന്നു. അപ്പോൾ കിട്ടിയ സീറ്റ് എന്നുള്ള നിലയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹം മത്സരിച്ചേ ഉള്ളൂ. കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രം പരിശോധിച്ചാൽ പഴയ വാഴൂരാണ് കാഞ്ഞിരപ്പള്ളി ആയത്. പണ്ട് ഈ വാഴൂർ സീറ്റ് പരമ്പരാഗതമായിട്ടൊരു CPI സീറ്റായിരുന്നു. കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായപ്പോൾ ചോദിച്ചതെല്ലാം
ചോദിച്ചതിനപ്പുറം കൈയയച്ച് LDF പ്രത്യേകിച്ച് ഇടതുമുന്നണി കൊടുത്തപ്പോൾ കേരള കോൺഗ്രസിന് ആ ലയനത്തിൻ്റെ അല്ലെങ്കിൽ ആ സഖ്യത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു പ്രധാന ബോണസുകളിലൊന്നായിരുന്നു ഈ വാഴൂർ അഥവാ ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി സീറ്റ്. അന്ന് CPI വലിയ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചതാണ്. തങ്ങളെക്കാൾ സ്നേഹവും പ്രണയവും ഒക്കെ അതിനു മാത്രം വലിപ്പം എന്തുണ്ട് ഈ പാർട്ടിക്ക്, ഞങ്ങളല്ലേ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്നൊക്കെ ചോദിച്ചെങ്കിലും CPM അത് മൈൻഡ് ചെയ്യാതെയാണ്, അത് വകവെക്കാതെയാണ് ആ ഒരു സഖ്യം ഉണ്ടായ സാഹചര്യത്തിൽ വാഴൂർ സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കാഞ്ഞിരപ്പള്ളി സീറ്റ് വിട്ടുകൊടുത്തതും. അത് ആ പ്രതീക്ഷ തെറ്റിയില്ല. ഡോക്ടർ N. ജയരാജന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയൊരു പാരമ്പര്യമുണ്ട്. വാഴൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വാഴൂരിൻ്റെ ചരിത്രത്തിൽ പഴയ സ്പീക്കറും MLAയും മന്ത്രിയൊക്കെ ആയിരുന്ന നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ആ പാരമ്പര്യവും പൈതൃകവും പേറുന്ന ആളാണ് ഡോക്ടർ N. ജയരാജ്. നാരായണക്കുറുപ്പ് സാറിൻ്റെ മകനാണ്. അപ്പോൾ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജയരാജന് വലിയ ബന്ധങ്ങളുണ്ട്. ചെറുപ്പം മുതലേ അടുപ്പമുള്ള അല്ലെങ്കിൽ വളരെ പരിചിതരായ വോട്ടർമാർ, കുടുംബങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, ഈ പറഞ്ഞ ഈ സഭയുടെയോ അല്ലെങ്കിൽ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് പരമ്പരാഗത വ്യക്തിബന്ധങ്ങളുടെ നീണ്ട നാളത്തെ ഒരു ഹൃദയബന്ധത്തിൻ്റെ വേരുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിലുണ്ട്. അതൊരു പരിധിവരെ അദ്ദേഹത്തിന് വലിയൊരു അഡ്വാൻറ്റേജുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നിലപാട് വളരെ പ്രധാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ UDFുമായിട്ട് കേരള കോൺഗ്രസ് കൈകോർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകളാണ്. പാലാ പോലും അത്രത്തോളം ആഗ്രഹിച്ചില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് നേരത്തെ ഡോക്ടർ അഷ്റഫ് വാളൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചോയ്സ് വന്നാൽ ജോസ് കെ മാണി വേണോ അതോ UDF വേണോ എന്ന ഒരു സെലക്ഷൻ്റെ ഒരു അനിവാര്യത ഉണ്ടായാൽ ഈ കത്തോലിക്ക സഭ ആരെ സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കത്തോലിക്ക സഭ ഒരു നിലപാട് UDF അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് എടുത്തേക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയത്തെ ഒരു അട്ടിമറി സീറ്റായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീ ജോർജ്, ഒരു സംശയം കൂടി. BJPക്ക് അവിടെ എന്തെങ്കിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ഇനിയും കഴിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, BJPയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സാമാന്യം നല്ല രീതിയിൽ നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ. അത് നമ്മൾ പരിഗണിക്കാതിരുന്നുകൂടാ. പക്ഷേ കോട്ടയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അവർക്ക് ഏതാണ്ട് കിട്ടാവുന്നതിൻ്റെ ഒരു മാക്സിമം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇനി BJPയുടെ വോട്ട് ഷെയർ കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം CPM വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ടുകൾ കൂടുതൽ ഒഴുകാതെ ഒരു കാരണവശാലും ഇനി ഇടതുപക്ഷത്തിന് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ വോട്ട് വർധന ഉണ്ടാവില്ല. അല്ല, BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ അൾട്ടിമേറ്റ് അനാലിസിസിൽ നഷ്ടം പണ്ട് നേരത്തെയൊക്കെ BJPക്ക് പോകുന്ന വോട്ടുകൾ UDFൻ്റെ വോട്ടുകളാണെന്നാണ് പറയാറ്. പക്ഷേ UDFിൽ നിന്ന് ഏറെക്കുറെ വോട്ടുകളൊക്കെ ആ വിഭാഗത്തിൻ്റെ NDA അനുകൂല വോട്ടുകളൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി പോകുന്നത് കുറച്ചുകൂടി കൂറുള്ള വോട്ടുകളാണ്. അത് അത്ര എളുപ്പത്തിൽ പോകത്തില്ല. മറിച്ച് ഈ LDFനെ അനുകൂലിക്കുന്ന ഈഴവ വോട്ടുകളുടെ ഒരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ദളിത് വോട്ടുകളുടെ ഒക്കെ ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ പലയിടത്തും നടക്കുന്നത്. അങ്ങനെ വന്നാൽ കൂടുതൽ നഷ്ടം LDFനായിരിക്കും എന്നാണ് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചതായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ശരി, അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഗെയിം ചേഞ്ചിങ്ങിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അവിടെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോകുന്നത്. കോൺഗ്രസിന്റെ കോട്ടയെന്നല്ല പുതുപ്പള്ളിയെ വിശേഷിപ്പിക്കേണ്ടത്, ഉമ്മൻചാണ്ടിയുടെ കോട്ട. ഉമ്മൻചാണ്ടിയിലൂടെ കോൺഗ്രസ് ശക്തിദുർഗമാക്കിയ മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിക്ക് ശേഷം അത് ചാണ്ടി ഉമ്മനിൽ ഭദ്രമാണ്. അരനൂറ്റാണ്ട് കാലമാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായത്. 2021 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9000-ലെത്തിയത് വലിയ തിരിച്ചടിയായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടതാണ്. എന്നിരുന്നാലും ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് മകൻ ചാണ്ടി ഉമ്മൻ നേടിയത്. സഹതാപ തരംഗം ഭൂരിപക്ഷം ഉയർത്താൻ ഇടയാക്കിയതെന്നൊക്കെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും LDFന് 2021 ഉണ്ടായിരുന്ന മുൻതൂക്കം മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയാനാകില്ല. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്ക് നിർണായക വോട്ടുകളുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. യാക്കോബായ സഭയ്ക്കാണ് മുൻതൂക്കമെങ്കിലും ഓർത്തഡോക്സ് സഭക്കാരായ ഉമ്മൻചാണ്ടി 12 തവണയാണ് വിജയിച്ചു കയറിയത്. നമുക്ക് പോകാം ആദ്യം ഉപതെരഞ്ഞെടുപ്പ് കണക്ക്. അതായത് 2023 ഉപതെരഞ്ഞെടുപ്പ് കണക്കിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച
ലഭിച്ചത് 80,144 വോട്ടുകളായിരുന്നു. 61.38% ലഭിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തി ജെയ്ക്സി തോമസിന് ലഭിച്ചത് 42,425 വോട്ടുകൾ, 32.49%. ലിജിൻ ലാലിന് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 6,558 വോട്ടുകൾ, 5.02%. ഭൂരിപക്ഷം 37,719 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി 2021 അതായത് നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ച ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത് 63,372 വോട്ടുകൾ, 48.08%. അവിടെ രണ്ടാം സ്ഥാനത്ത് ജെയ്ക്സി തോമസ് തന്നെ 54,328 വോട്ടുകൾ, 41.22%. എൻ ഹരിക്ക് ലഭിച്ചത് 11,694 വോട്ടുകൾ, 8.87%. ഭൂരിപക്ഷം അല്പം പറഞ്ഞതുപോലെ 9,044 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി 2024 വരുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് 59,077 വോട്ടുകൾ, 50.57%. തോമസ് ചാഴികാടന് 31,974, 27.37%. തുഷാർ വെള്ളാപ്പള്ളിക്ക് 21,915 വോട്ടുകൾ, 18.76%. ഭൂരിപക്ഷം 27,103 എന്നുള്ളതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ പഞ്ചായത്തുകൾ UDF-ന് 7 LDF-നൊപ്പം 1 എന്നുള്ളതാണ് കണക്ക്. ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കുമ്പോൾ അകലക്കുന്നം, അയർക്കുന്നം പഞ്ചായത്തുകൾ UDF-നൊപ്പം, കൂരോപ്പട മാത്രമാണ് LDF-നൊപ്പം ഉള്ളത്. മണ്ണർകാട്, മീനടം, പാമ്പാടി, പുതുപ്പള്ളി, വാകത്താനം പഞ്ചായത്തുകൾ UDF-നൊപ്പമാണ്. ഇതാണ് പുതുപ്പള്ളിയിലെ ചിത്രം. 2021 നിന്നും 2023 ഉപതെരഞ്ഞെടുപ്പിലോട്ട് എത്തുമ്പോൾ 4 ഇരട്ടിയുടെ വ്യത്യാസമാണ് ഉണ്ടായത് പുതുപ്പള്ളിയിൽ എന്നുള്ളതാണ്. നമുക്കറിയാം പുതുപ്പള്ളിയിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടുതൽ വിശദമായി നമുക്ക് ഡോക്ടർ അഷ്റഫ് വാളൂരിനോട് ചോദിക്കാം. ഡോക്ടർ അഷ്റഫ്, ഈ പുതുപ്പള്ളിക്കാരുടെ സ്നേഹവും ആദരവും ഒക്കെ ഉമ്മൻചാണ്ടിയോടുള്ളത് അതിതീവ്രമായി അവർ പ്രകടിപ്പിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെയായിരുന്നു. 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചു കയറിയത്. ആ സ്വീകരണം തന്നെ 2026 ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? MLA ആയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൂടി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? എന്താണ് പുതുപ്പള്ളിയിലെ ചിത്രമായി വരിക? പുതുപ്പള്ളിയിലെ സംബന്ധിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. പുതുപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിലും UDF-ന് കൂടെ തന്നെ നിൽക്കാനാണ് വലിയ സാധ്യതയുള്ളത്. അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് 2023 ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മനുണ്ടായ ഭൂരിപക്ഷം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മത്സരം നടന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അധിക എന്ന് വിളിക്കാവുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ഉമ്മൻചാണ്ടിയെ ജെയ്ക്സി തോമസ് എന്ന ഇളം മുറക്കാരൻ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജെയ്ക്സി തോമസ് അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു വിട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, 10,000-ൽ താഴെ വോട്ടിന് കഷ്ടി രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ഉമ്മൻചാണ്ടി ജെയ്ക്സി തോമസിനോട് രക്ഷപ്പെട്ടത് 9,000 ചില്ലാനം വോട്ടിന് മാത്രമാണ്. അത് അടുത്ത ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 2026 ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ, പുതുപ്പള്ളിയുടെ ഒരു രാഷ്ട്രീയ ദിശാമാറ്റത്തിന്റെ സൂചനയായി വരെ വലിയ തോതിൽ വായിക്കപ്പെട്ടിരുന്നു. പിന്നെ ദൗർഭാഗ്യവശാൽ 2023 ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ പകരക്കാരൻ ആര് എന്നുള്ളൊരു ചോദ്യം ചാണ്ടി ഉമ്മനിലേക്ക് തന്നെ എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 2021 പിന്നെ UDF-ന് ലഭിച്ച ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു. തോൽവിയല്ല, ഭൂരിപക്ഷത്തിലെ ഗണ്യമായ കുറവ്. ചാണ്ടി ഉമ്മൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. ചാണ്ടി ഉമ്മന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 ഭൂരിപക്ഷത്തിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം, ഏതാണ്ട് 37,000-ലധികം വോട്ട്, 32,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് അവിടെ ലഭിക്കുന്നു. അത് തീർച്ചയായും ഒരു സഹതാപ തരംഗം. ദീർഘനാൾ, ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം അവരുടെ MLA ആയിരുന്ന, കേരളത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്ത് പലതവണ ഇരുന്ന സമുന്നതനായ ജനകീയനായ ഒരു നേതാവായ ഉമ്മൻചാണ്ടിയുടെ മരണം ആ മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഉണ്ടാക്കിയ ഒരു സഹതാപം, അത് ചാണ്ടി ഉമ്മന് വലിയ തോതിൽ സഹായിച്ചു. അങ്ങനെയാണ് 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്, അല്ല 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്. ആ ഒരു പ്രകടനം എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. നേരത്തെ MLA ആയതിനു ശേഷം ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ, മാത്രമല്ല ഒരു ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ നടപ്പും എടുപ്പും ഇടപെടലും ഒക്കെ അതേ രീതിയിൽ അനുകരിച്ച് ഒരു സ്വീകാര്യത അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്
എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതൊന്നും നിഷേധിക്കാനും കഴിയില്ല. എങ്കിൽ പോലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ വെച്ച് പറയുകയാണെങ്കിൽ പോലും 2023 ഒരു ഭൂരിപക്ഷത്തിലേക്കൊന്നും UDF അവിടെ എത്തില്ല. അതേസമയം ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നില്ല LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി പുതുപ്പള്ളിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. കോട്ടയം ജില്ലയിൽ UDF-ന് കോട്ടയത്തോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ഉറച്ച ഒരു സീറ്റായി തന്നെ നമുക്ക് പുതുപ്പള്ളിയെ കാണാം. കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ ജോർജ് പൊടിപ്പാറ പറയാൻ പറ്റും. ജോർജ്, ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എനിക്കൊരു സംശയമായി വരുന്നത്, ചാണ്ടി ഉമ്മന്റെ വിജയസാധ്യത അവിടെ വളരെയധികം വലുതായിട്ട് തന്നെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ LDF-ന് നിലനിർത്താൻ കഴിഞ്ഞൊരു വോട്ട് ഷെയർ ഉണ്ടല്ലോ, അത് ഇത്തവണ നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് കിട്ടിയിരുന്ന ഒരു വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് പറയാൻ എനിക്കൊരു ഉറപ്പില്ല. കിട്ടില്ല എന്ന് പറയാനാണ് എൻ്റെ രാഷ്ട്രീയ ബോധം എന്നോട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ചെടുത്തത് LDF-ആണ്. ആ പഞ്ചായത്തുകൾ ഒന്നൊന്നായി ഇത്തവണ തിരിച്ചു പിടിച്ചു. ഊരോപ്പടെ ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ UDF-ന്റെ നിയന്ത്രണത്തിലാണ്. അവിടെയൊക്കെ ഗണ്യമായ, അതായത് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ എടുത്താലും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിലാണ് പുതുപ്പള്ളി മണ്ഡലം. ചാണ്ടി ഉമ്മന് അവിടെ ഗണ്യമായ രീതിയിൽ ജനമനസ്സുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം, വേർപാടിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2023 കിട്ടിയത് ഒരു സഹതാപ തരംഗമായിരുന്നു. ഒരു ഘടകം അതായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അന്ന് ചാണ്ടി ഉമ്മൻ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനത്തിലുണ്ടായിരുന്നെങ്കിലും ഒരു എത്രത്തോളം പെർഫോം ചെയ്യുന്ന ഒരു നേതാവ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ, പാലക്കാട് ഞാൻ മാറ്റിവെക്കുന്നു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രകടനം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വീടുകൾ UDF-ന് വേണ്ടി കയറിയ ആളെന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനാണ്. അവിടെ 3000-ലധികം വീടുകൾ അദ്ദേഹം നേരിട്ട് എത്തി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിൽ ഏതാണ്ട് സമാനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേഗതയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിക്ക് പോലും, ഞാൻ അദ്ദേഹത്തോടൊപ്പം പലവട്ടം കോട്ടയത്ത് ഉള്ളപ്പോൾ നടന്നിട്ടുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് അദ്ദേഹം പലപ്പോഴും പുതുപ്പള്ളിയിലെ വീടുകൾ കയറുക. ഞാൻ പലവട്ടം അദ്ദേഹത്തോടൊപ്പം പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എനിക്ക് കൃത്യമായിട്ടറിയാം. ആ സമയത്താണ് അദ്ദേഹത്തിന് സമയം കിട്ടാറുള്ളൂ. ഇത്തവണയും ഞാൻ വിചാരിക്കുന്നു ചാണ്ടി ഉമ്മന് ഗംഭീരമായ ഒരു നേട്ടമുണ്ടാകും. പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കോട്ട് എളുപ്പമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 2021 ഇത്രത്തോളം 9000-ലേക്ക് താഴേക്ക് പോയത് എന്നതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ, അവിടെ അതായത് യാക്കോബായ സഭയ്ക്കും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയ്ക്കും ഗണ്യമായ ആൾബലമുള്ളൊരു സ്ഥലമാണ് പുതുപ്പള്ളി. പ്രധാനമായിട്ടും 2 സഭകളെടുത്താൽ ഏറ്റവും വലിയ ശക്തി അവിടെ കത്തോലിക്ക സഭയ്ക്കൊന്നും കാര്യമായ ശക്തിയുള്ളൊരു സ്ഥലമല്ല. മറിച്ച് പുതുപ്പള്ളിയിൽ ചില പഞ്ചായത്തിലുണ്ടെന്ന് മാത്രം. പക്ഷേ അവിടെ ഇവർ തന്നെയാണ്, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെ മണർകാട് പള്ളി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ, പെരുന്നാളിനോടനുബന്ധിച്ച് ഏറ്റവും വലിയ റാസ, കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ സ്വർണ്ണക്കുരിശും പൊന്നുംകുരിശും വെള്ളിക്കുരിശുമായിട്ട് റാസ നടക്കുന്ന സ്ഥലമാണ്. കിലോമീറ്ററുകൾ, 2000 ഇടവകക്കാരുള്ള ഒരു പള്ളിയാണ് മണർകാട് പള്ളി. മണർകാട് മാത്രമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന പല പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ യാക്കോബായ സഭയ്ക്ക് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭ വിചാരിച്ചത് ഒരൊറ്റ പോയിന്റ് പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ അവരെ കാര്യമായി സഹായിക്കുന്നൊക്കെ മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ ഉമ്മൻചാണ്ടി അങ്ങനെ എല്ലാ കാര്യത്തിലും ഓർത്തഡോക്സ് സഭയെ കൈയയച്ച് സഹായിച്ചില്ല. അദ്ദേഹം യാക്കോബായ സഭയുടെയും താല്പര്യങ്ങളും ഹനിച്ചില്ല. LDF വന്ന ഘട്ടത്തിൽ ചർച്ച് ബില്ല് പാസ്സാക്കും എന്നൊരു പ്രതീക്ഷ കൊടുത്തു. ആ ചർച്ച് ബില്ല് അവതരിപ്പിച്ച് അവർക്ക് കൈമോശം വരുന്ന പള്ളികളൊക്കെ അവർ നിലനിർത്താൻ LDF നടപടിയെടുക്കും. ചില പള്ളികളിലെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടും കാര്യമായ ആക്ഷൻ എടുക്കാതെ വന്നതൊക്കെ യാക്കോബായ സഭയെ ഈ പറഞ്ഞ LDF-നോട് അടുപ്പിച്ചു. അന്ന് ഈ മണർകാട് പോലെയുള്ള പഞ്ചായത്തുകളിലെ യാക്കോബായ വോട്ടുകൾ ഒന്നടങ്കം, മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരുന്ന ആ വോട്ടുകൾ ഒന്നടങ്കം LDF-ലേക്ക് പോയ
പോയതാണ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ അതികായന് ഈ ഭൂരിപക്ഷം 10,000-കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 9,000-ലേക്ക് താഴ്ത്തിയത്. പക്ഷേ ചർച്ച് ബില്ല് നടപ്പായില്ല. അതിനുശേഷം യാക്കോബായ സഭയും LDF-ഉമായിട്ടുള്ള ആ ഒരു പാരസ്പര്യം, LDF-ലുണ്ടായിരുന്ന വിശ്വാസത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചു. അതുപോലും ഈ 2023 ഉപതെരഞ്ഞെടുപ്പിൽ മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനാകുന്ന കാഴ്ച. തീർച്ചയായും നമ്മൾ കടുത്തുരുത്തിയിലേക്കാണ്. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും 60കളുടെ അവസാനം മുതൽ കേരള കോൺഗ്രസിനെ പിന്തുണച്ച ചരിത്രമാണ് കടുത്തുരുത്തിക്കുള്ളത്. നിലവിൽ MLA ആയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മോറിസ് ജോസഫാണ് 5 തവണ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പോകാം 2021 കണക്കിലേക്ക്. മോറിസ് ജോസഫിന് അവിടെ ലഭിച്ചത് 59,666 വോട്ടുകൾ, 45.4%. സ്റ്റീഫൻ ജോർജിന് 55,410 വോട്ടുകൾ, 42.17%. ലിജിൻ ലാലിന് 11,670 വോട്ടുകൾ. ഭൂരിപക്ഷമായി വന്നത് 4,256 വോട്ടുകളാണ്. ഇനി 2024 പോകുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് 51,830 വോട്ടുകൾ, 44.4%. തോമസ് ചാഴികാടന് 40,356, 34.57%. തുഷാർ വെള്ളാപ്പള്ളിക്ക് 20,889 വോട്ടുകൾ, 17.89%. ലീഡ് വന്നത് 11,474. ഇനി തദ്ദേശ ചിത്രത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്തുകളിൽ അവിടെ UDF-ന് 7 LDF-ന് 3 NDA-ക്ക് 1 എന്നുള്ളതാണ് കണക്ക്. ഇനി അതേതൊക്കെയാണ് പഞ്ചായത്തുകൾ എന്ന് വിശദമായി നോക്കുമ്പോൾ കടുത്തുരുത്തി, മാഞ്ഞൂർ, മുളക്കുളം, ഞീഴൂർ UDF-നൊപ്പം, കടപ്ലാമറ്റം LDF-നൊപ്പം, കാണക്കാരി UDF-നൊപ്പം, കിടങ്ങൂർ NDA-ക്കൊപ്പം, കുറവിലങ്ങാട് LDF-നൊപ്പം, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ എന്നിവ UDF-നൊപ്പം, വെളിയന്നൂർ LDF-നൊപ്പം എന്നിങ്ങനെയാണ് പഞ്ചായത്തുകളിലെ നില. നമുക്ക് ഡോക്ടർ അഷ്റഫ് വാളൂരിലേക്ക് പോകുമ്പോൾ, ഡോക്ടർ അഷ്റഫ് വാളൂർ, കടുത്തുരുത്തി പറയുമ്പോൾ അവിടെ മോറിസ് ജോസഫിനുള്ള പൊതു സ്വീകാര്യത പറയാതിരിക്കാനാവില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലുള്ള കുറവ്, അത് കോട്ടയം ജില്ലയിൽ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് മണ്ഡലങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ അവിടെ ശക്തമായ പോരാട്ടം നടന്ന ഇടമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. ഇത്തവണയും കടുത്തുരുത്തി മോറിസ് ജോസഫിനൊപ്പം നിൽക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെ വിശ്വസിക്കണം. കോട്ടയം ജില്ലയിൽ കോട്ടയവും പുതുപ്പള്ളിയും കഴിഞ്ഞാൽ കടുത്തുരുത്തി തന്നെയായിരിക്കും UDF-ന്റെ ഒരു ഷുവർ സീറ്റ് എന്ന് പറയാവുന്നത്. ഇത്തവണയും മോൻസ് ജോസഫ് ആണെങ്കിൽ മോൻസ് ജോസഫിന് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോൻസ് ജോസഫിന് അവിടെ ഒരു സ്വീകാര്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 1,00,000-ഓളം ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റമാണ് അവിടെ മോൻസിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിരിക്കുമ്പോൾ വലിയ തോതിൽ വലിയ വോട്ടിന് അവിടെ അദ്ദേഹം വിജയിച്ചു വന്നിരുന്നതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മോൻസിന് വലിയ ഭീഷണി ആ മണ്ഡലത്തിൽ ഉണ്ടാവാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. ഡോക്ടർ ശ്രീ ജോർജ് പൊടിപാറ, അങ്ങനെയുള്ള കാൽക്കുലേഷൻ തന്നെയാണോ താങ്കൾക്കുമുള്ളത്? നമ്മുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ മോൻസിന് അത്രത്തോളം തന്നെ സേഫ് പ്ലേസ് ആണ്, സേഫ് ആണ്. മാത്രമല്ല പൊതു സ്വീകാര്യത അത് കടുത്തുരുത്തിക്കാർ എല്ലാ കാലവും മോൻസിന് നൽകിയിട്ടുണ്ട്. അതിപ്പോഴും നിലനിർത്തി പോരുന്നു. എങ്ങനെയാണ് താങ്കളുടെ നിരീക്ഷണം? സംഗീത, കടുത്തുരുത്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മോൻസ് ജോസഫിനെതിരെ ജോസ് കെ മാണി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, കഴിഞ്ഞ പാലായിലെ തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ പലരും പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി സുരക്ഷിതമായ സീറ്റ് എന്ന് പറയുന്ന കടുത്തുരുത്തിയാണ്. ജോസഫ് ഗ്രൂപ്പിനോളമോ അല്ലെങ്കിൽ അതിനപ്പുറമോ വോട്ടുള്ളൊരു സ്ഥലമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം. ജോസ് കെ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കടുത്തുരുത്തി എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തട്ടകമെന്ന്, ഒരുപക്ഷെ പാലായേക്കാൾ വലിയ തട്ടകമായിട്ടാണ് കടുത്തുരുത്തി എണ്ണപ്പെടുന്നത്. അവിടുത്തെ കാസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ വലിയ അളവിൽ ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഈ പറഞ്ഞ ഈ കോട്ടയത്തെ ജ്ഞാനായ സമുദായക്കാരുണ്ട്. ജ്ഞാനായ കത്തോലിക്കരുടെ വലിയൊരു സ്വാധീന മേഖലയാണ് ഈ കടുത്തുരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസ്സുകളുടെ ഈ തേരോട്ടത്തിൽ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയ അവരല്ലെങ്കിൽ മത്സരിക്കാൻ അവസരമില്ലാതെ കോൺഗ്രസിൻ്റെ ആ ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ട് കേരള കോൺഗ്രസ്സുകാർ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയ ഒരു മണ്ഡലമാണ് കടുത്തുരുത്തി. പിന്നീട് മോൻസ് ജോസഫ് തന്നെ 5 തവണ ജയിക്കുന്നു. അങ്ങനെ മോൻസ് ജോസഫിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ആയ സമയത്ത് കടുത്തുരുത്തിയാണ് കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകൾ, എല്ലാ റോഡുകളും
തിളങ്ങുന്ന റോഡുകളായി മാറിയ കടുത്തുരുത്തി മണ്ഡലം. അതായത് ഇപ്പോൾ ഈ ബിറ്റ്വീൻ മെക്കാഡം ടാറിംഗ് ഒക്കെ അന്ന് തന്നെ കടുത്തുരുത്തിയിലെ എല്ലാ റോഡുകൾക്ക് മേലും ഈ മെക്കാഡം കോട്ടിംഗ് ഉണ്ടായ ഒരു മണ്ഡലമാണ്. അങ്ങനെ വളരെ വികസനത്തിൻ്റെ കാര്യത്തിൽ, റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം മുന്നിട്ട് നിന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് ഒരു MLA എന്നുള്ളതിലേക്ക് മോൻസ് ജോസഫിന് വളരെ പ്രവർത്തനക്ഷമതയുള്ളൊരു കക്ഷിയാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ ഇടതുമുന്നണിയും തമ്മിലൊരു സഖ്യം ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് M വോട്ടുകൾ പ്ലസ് ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടുകൾ ചേർന്നപ്പോൾ മോൻസ് ജോസഫിന് വലിയ വെല്ലുവിളിയായി. പക്ഷേ ആ ഇടത് സുനാമിയിൽ പോലും ആ കടുത്തുരുത്തി മണ്ഡലം സുരക്ഷിതമായി നിലനിർത്താൻ മോൻസ് ജോസഫിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കുറെ കൂടി UDFിൻ്റെ സാധ്യത സുഭദ്രമാക്കുന്നു. UDFിൻ്റെ പ്രതീക്ഷകൾക്ക് കുറെ കൂടി സുവർണ നിറം പകരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുതം കടുത്തുരുത്തിയിൽ നടക്കണമെങ്കിൽ കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ പോരാട്ട വേദിയായിട്ട് കടുത്തുരുത്തി മാറണമെങ്കിൽ ഒരു രാജകീയ പോരാട്ടം അവിടെ ഉണ്ടാവണം. ആ റോയൽ ഫൈറ്റിൽ ഒരു വശത്ത് ജോസ് കെ മാണിയും മറുവശത്ത് മോൻസ് ജോസഫും ഉണ്ടായാൽ പറഞ്ഞതുപോലെ ഒരു അത്തരം ഒരു മത്സര ചിത്രത്തിലേക്ക് ജോസ് കെ മാണി കൂടി വരികയാണെങ്കിൽ താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത്തരം ഒരു ചിത്രത്തിലേക്ക് വന്നാൽ എങ്ങനെ പ്രതീക്ഷിക്കേണ്ടി വരും കടുത്തുരുത്തിയെ? ശ്രീ ജോർജ് പടിപ്പാറ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം പാലാ മണ്ഡലം, പഴയ പാലാ മണ്ഡലത്തിൻ്റെ വലിയൊരു ഭാഗം പിന്നീട് മണ്ഡല പുനർനിർണയത്തിൽ കടുത്തുരുത്തിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലായുടെ ഏതാണ്ട് ചില ഭാഗങ്ങളും ഇതോടുകൂടി ചേർന്നിട്ടുണ്ട്. ആ രീതിയിൽ അവിടെ LDFന് മത്സരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജോസ് കെ മാണി തന്നെയാണ്. പാലായിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അത്ര ശുഭകരമാണ് എന്ന് പറയാൻ ഉള്ള സാഹചര്യം ഇല്ലാതിരിക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജോസ് കെ മാണി അത്തരമൊരു അതിസാഹസത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മുതിരുമെന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വൈകാരിക ബന്ധമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ പാലാ മണ്ഡലം തന്നെ മത്സരിച്ച് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അപ്പോൾ അത്തരത്തിലാണ് ആ നിരീക്ഷണങ്ങൾ വരുന്നത്. എന്താണെങ്കിലും വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ അഷ്റഫ് വാളൂർ, ഒപ്പം തന്നെ ശ്രീ ജോർജ് പൊടിപാറ ഈ ഘട്ടത്തിൽ ഈ കോട്ടയം ജില്ലയിലെ 2ാം ദിനത്തിൽ ഈ യാത്രയിൽ നമ്മോടൊപ്പം ചേർന്നതിന്. പ്രിയ പ്രേക്ഷകരെ, LDFിനോടൊപ്പമുള്ള കേരള കോൺഗ്രസ് M ഉയർത്തുന്ന നിർണായകത്വം അവശേഷിക്കുകയാണ്. കോട്ടയത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്ന കോട്ടയത്തെ മണ്ഡലങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ഗോതയിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ തന്നെയാകും. എന്നാൽ ജനവിധിയിൽ തലയെടുപ്പോടെ മീനച്ചിലാറിന്റെ തീരങ്ങളിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അടുത്തയാഴ്ച ഇലക്ഷൻ ഹെറാൾഡിൽ നമുക്ക് എറണാകുളം ജില്ലയിലൂടെ കടന്നുപോകാം. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.